ബിന്നിയായിട്ട് വൈകിട്ട് നടന്ന വഴക്കിനെ പറ്റി സംസാരിക്കുകയാണ് ഷാനവാസ്. അപ്പം അനുമോളും ജിസയിലും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അനുമോൾ കേക്ക് ഷാനവാസ് പറയാണ്, പിന്നെ അവളെ ഭയങ്കര വലിയ ക്യാപ്റ്റൻസി ഇല്ലേ, അവളുടെ സൂപ്പർ ക്യാപ്റ്റൻസിയാണ്, അത് എൻ്റെ പട്ടി പറയും. അങ്ങനെ അവൾ ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വഴക്കിന് വന്നത്. അവളുടെ ദേഹത്ത് മാവ് ഒഴിച്ചെന്ന്. ഞാനവിടെ അവളുടെ ദേഹത്ത് മാവ് ഒഴിച്ചത് അതിന് ചുക്കാൻ പിടിക്കാനായിട്ട് കുറേ എണ്ണം. അപ്പോൾ അനുമോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അനുമോൾക്ക് മനസ്സിലായി ഷാനവാസ് അത് അനുമോൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഷാനവാസ് പറയാണ്, പോടി പോടി എന്ന് പറഞ്ഞിട്ട് അനുമോളെ വിളിക്കുന്നുണ്ട്. അനുമോൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ അകത്ത് കയറിപ്പോയി. ഷാനവാസിൻ്റെയും ഒനിലിൻ്റെ അടുത്തേക്ക് അപ്പോൾ അക്ബർ വന്നത്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒഴിച്ചതല്ല അന്നേരം ഇല്ലേ, നിങ്ങൾ ഒഴിച്ചതാണോ ഞാൻ വിചാരിച്ചത്, ഞാൻ അറിഞ്ഞ എങ്ങനെ, നീ കണ്ടില്ലല്ലോ. ഇല്ല ഞാൻ കണ്ടില്ല, ഇവർ പറയുന്നത് കേട്ട്. എന്നാൽ ഈ മാവെല്ലാം കുടഞ്ഞ് എൻ്റെ കൈ മൊത്തം ക്ലീനായി ഇരുന്ന് എൻ്റെ കയ്യിൽ നിന്ന് അവൾ വന്നപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്ടിങ് കാണിച്ചിങ്ങനെ സംസാരിച്ച്. അപ്പോൾ ആ കൈ ആട്ടിയപ്പം ഒരു ഡ്രോപ്പ് അവിടെ നെറ്റിയിൽ പോയി വീണ്. അതിനാണ് അവൾ ഈ ഇത്ര ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ഉണ്ടായുള്ളോ? എന്നിട്ടാണോ ഇത്രയും വലിയ ഇഷ്യൂ ആക്കിയെന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. പിന്നെ നീയൊക്കെ എന്തറിഞ്ഞിട്ടാ ഈ പ്രശ്നമൊക്കെ ഇങ്ങനെയൊക്കെ വലുതാക്കിയെന്നാണ് ഷാനവാസ് ചോദിക്കുന്നത്. അക്ബർ പറയുന്നുണ്ട്, ഞാൻ അവളോട് പറഞ്ഞു നിൻ്റെ ദേഹത്ത് മാവ് ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോറി പറഞ്ഞിട്ട് തുറന്നു കൊടുത്താൽ മതിയെന്ന്. അക്ബർ കള്ളം പറയുന്നില്ല. അക്ബർ മാറ്റി നിർത്തി പറഞ്ഞ കാര്യം ഷാനവാസിനോട് തന്നെ തുറന്നു പറയുന്നുണ്ട്. അതൊരു നല്ല ക്വാളിറ്റിയാണ്, നല്ല സ്വഭാവമാണ് അത്. വിന്നിയോട് പറഞ്ഞ കാര്യം ഷാനവാസിനോട് തന്നെ അക്ബർ പറയുന്നുണ്ട്. പക്ഷേ അത് ഒരു ഡ്രോപ്പാ വീണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ച് നിങ്ങൾ ഈ ആട്ടിക്കൊണ്ടിരുന്ന മാവെടുത്ത് അവളുടെ മേത്തൊഴിച്ചെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് അവളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം പിന്നെ അത് ശരിയുള്ള കാര്യമല്ലെന്ന് അക്ബറും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിന്നേന്ന് അക്ബർ പറയുന്നുണ്ട് ഷാനവാസിനോട്. അക്ബർ പറയുന്നുണ്ട്, ഞാൻ ചെന്നപ്പോൾ അവളിങ്ങനെ മുടിയൊക്കെ തുടച്ചു മേലൊക്കെ തുടയ്ക്കുന്നു. ഞാൻ വിചാരിച്ചു അവിടെ ദേഹത്തും മുഖത്തും ഒക്കെ മാവ് വീണെന്ന്. അത് അവളുടെ മനസ്സിലൊരു ചൊറി കിടപ്പുണ്ട്. അപ്പോൾ ഈ കിട്ടിയ അവസരത്തിൽ ചൊറിയാൻ മാന്താന്ന് വിചാരിച്ച് അവൾ വന്നതാണ്. ഇന്നത്തെ ജയിൽ ടാസ്ക് ആദ്യം അരി അരച്ചത് അനീഷാണ്. ഞാൻ ഉഴുന്നരയ്ക്കുമായിരുന്നു. അപ്പോൾ അനീഷിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തിട്ട് ഞാൻ ഇരുന്നപ്പോഴാണ് ബിഗ് ബോസിൻ്റെ അനൗൺസ് വരുന്നത്, 2 പേരും കൂടി ടാസ്ക് ചെയ്യണമെന്ന്. അപ്പം ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞു, ബിഗ് ബോസ് ആദ്യം അനീഷ് അരി അരയ്ക്കുന്നു, പിന്നെ ഞാൻ ഉഴുന്നരയ്ക്കും, എന്നാൽ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ചെയ്യാമെന്ന് ഞങ്ങൾ ബിഗ് ബോസിന് മറുപടിയും കൊടുത്തു. അത് കേട്ടോണ്ടാണ് ഇവൾ വരുന്നത്. ഇവൾ വന്ന പാടെ ഷോ കാണിച്ചു. ഇവളോട് ഞങ്ങൾ പറഞ്ഞു, നിന്നെ ബിഗ് ബോസ് പറഞ്ഞു വിട്ടില്ലല്ലോ. ബിഗ് ബോസ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ നീ ഇവിടെ ഷോ ഇറക്കണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ്. അവളെ ആരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിച്ചു, അവൾ വന്നിട്ട് ചൊറിയാണ്. ഷാനവാസ് പറയാണ്. അരി അരച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഉഴുന്നരയ്ക്കുന്നതിന് മുന്നേ വാഷ്റൂമൊക്കെ പോയിട്ട് വരാമെന്ന്. കാരണം ഉഴുന്നരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് മൊത്തം തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോഴും അവളോട് പറഞ്ഞു തുറന്നു തരാൻ. അന്നേരം അവൾ തുറന്നു തന്നില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവളോട് വീണ്ടും പറയുന്നത്. അപ്പോൾ അവൾ പറയുന്നത് അവളെ റെസ്പെക്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ഷോ തുടങ്ങി. അപ്പോൾ പിന്നെ അവൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ.